ലൈവിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ദിവസത്തിനകത്ത് തന്നെ ഓരോ നിമിഷവും കടന്നു പോകുന്നതനുസരിച്ച് ആര്യന്റെ ഗ്രാഫ് താഴോട്ടാണ്. ഈവൻ ബിഗ് ബോസിനും ഇപ്പോൾ ലാലേട്ടനുമായിട്ടുള്ള ആ ഒരു സംസാരം വളരെ നെഗറ്റീവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബിഗ് ബോസിനോട് പോലും തർക്കിക്കുകയും ബിഗ് ബോസ് പറയുന്നത് തീരെ അനുസരിക്കുകയും ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ആര്യൻ എത്തിയിരിക്കുകയാണ്. ഇതൊരു ഡയറക്റ്റ് എവിക്ഷനിലേക്കാണോ ഇനി പോകുന്നത് എന്ന് നമുക്കറിയില്ല. സംഭവം എന്താണെന്ന് പറയാം. ഇപ്പോൾ വീണ്ടും ലൈവിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ വേഗം പോകാം. അതായത് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പുതിയൊരു അധികാരം എന്ന് പറയുന്നത്, അതായത് സ്വേച്ഛാധിപതികളായിട്ടുള്ള ജിസേലിനും നെവിനും പുതിയൊരു അധികാരം കൊടുക്കുന്നത്, സ്റ്റാർ ബാഡ്ജ് ആരുടെ കയ്യിലുണ്ടോ അതൊക്കെ പിടിച്ചു വാങ്ങുക. ഒരെണ്ണം മിസ്സിംഗ് ആണ്, ഒരെണ്ണം വേറൊന്നുമല്ല, ലാലേട്ടൻ കൊണ്ടുപോയതാണ്. അതൊഴിച്ച് ബാക്കി 2 എണ്ണം അവിടെ ഉണ്ടായിരിക്കണം. അതിൽ ഒരെണ്ണം ഷാനവാസിന്റെ കയ്യിലായിരുന്നു, പക്ഷെ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് അത് മിസ്സിംഗ് ആണ്. പിന്നെ ഒരെണ്ണം അഭിയുടെ കയ്യിലാണ്, അത് ജിസേല് അന്ന് കൊടുത്ത ഒരെണ്ണമാണ്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ഷാനവാസിനോടും അഭിയോടും അതുപോലെ ആര്യന്റെ എല്ലാ ഡ്രസ്സും ആര്യന്റെ കൈവശം ഉണ്ട്. അപ്പോൾ അതുൾപ്പെടെ ഇവർ 3 പേരും അവരുടെ വസ്ത്രങ്ങളെല്ലാം തിരിച്ചു മടക്കി സ്റ്റോർ റൂമിൽ വെക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷാനവാസ് എന്ന എണീറ്റ് നിന്ന് പറയുന്നുണ്ട് ഷാനവാസിന്റെ കയ്യിലുള്ള ബാഡ്ജ് മോഷണം പോയിന്ന്. ഇത് 2-3 ദിവസത്തിന് മുന്നേ അവിടെ സംസാരം നടന്നതാണ്. ഷാനവാസിന്റെ കയ്യിൽ ബാഡ്ജ് ഇല്ല, ഷാനവാസിന്റെ മോഷണം പോയി എന്ന് അനുമോളോട് ആര്യൻ മൈക്ക് മാറ്റി വെച്ച് രഹസ്യം പോലെ സംസാരിക്കുകയും അത് അനുമോളെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. തൊട്ട് മുമ്പ് ഇന്നലെ അനുമോളോട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഷാനവാസിക്കാടെ ബാഡ്ജ് നീയാണോ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാനൊന്നും എടുത്തിട്ടില്ല, പക്ഷെ എടുത്ത ആൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പക്ഷെ ഇത് പറയില്ല, ഉറപ്പായിട്ടും പറയില്ല എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷെ ആ പ്രോമിസ് ലംഘിച്ചുകൊണ്ട് ആര്യൻ അത് എടുത്ത കാര്യം അനുമോൾ ഇന്ന് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് പറയുന്നുണ്ട്. പക്ഷെ ആര്യൻ അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ബിന്നിയോടും ആര്യൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാനവാസിന്റെ ബാഡ്ജ് അലമാരയ്ക്കകത്തായിരുന്നു വെച്ചിരുന്നത്, അത് ആര്യൻ എടുത്തതായിട്ട് ബിന്നിക്കും അനുമോൾക്കും ഒരു അറിവുണ്ട്. പക്ഷെ ഇപ്പോൾ അത് നമ്മുടെ ആര്യൻ എതിർക്കുകയാണ്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഡിനേ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം, അപ്പോൾ ബിഗ് ബോസ് പറയുന്നത്, ഈ ഒരു ബാഡ്ജിനെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് എല്ലാ സാധനങ്ങളും തിരിച്ചു കൊണ്ടുവെക്കുക. ഇനി അത് ആരുടെ കൈവശം ഉണ്ട് എങ്കിൽ അവരും അത് എഴുന്നേറ്റ് നിന്ന് സമ്മതിക്കാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആര്യന്റെ കയ്യിലുണ്ട് എന്നത് ആര്യൻ സമ്മതിച്ചില്ല, പറഞ്ഞില്ല. അപ്പോൾ ആര്യൻ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, എന്റെ ബാഡ്ജ് കട്ടോണ്ട് പോയതല്ലേ, അവിടെ അത് സമ്മതിച്ചല്ലോ, അപ്പൊ എനിക്കിത് സമ്മതിക്കാം, അപ്പൊ എനിക്കും കട്ടെടുക്കാം എന്ന് പറയുകയാണ് ആര്യൻ. അങ്ങനെ ആ ഒരു ഇത് പിരിഞ്ഞു പോകാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്. എല്ലാവരും പിരിഞ്ഞു പോകുന്നതിന് തൊട്ട് മുന്നേ ബിന്നി എല്ലാവരോടും പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് ബിന്നി അന്ന് കളിച്ച് നേടിയ കുറച്ച് കല്ലുണ്ടായിരുന്നു, അതൊരു കൊച്ചു കിഴിക്കാത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കല്ല് മിസ്സിംഗ് ആണ്. പക്ഷേ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ബിന്നി പറയുന്നത്. ബിന്നി ഇതിനകത്ത് ക്ഷമിക്കില്ല. കാരണം ബിന്നിയുടെ പേഴ്സണൽ സ്പേസിൽ ബിന്നിയുടെ അടിവസ്ത്രങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു കിറ്റിനകത്തായിരുന്നു ഇത് ഇട്ടിരുന്നത്. അവിടെ നിന്ന് ഇത് എടുത്തത് ആരാണ്? എന്തായാലും സ്ത്രീകളുടെ കൂട്ടത്തിൽ അത് ആരോ ആയിരിക്കാനാണ് സാധ്യത. അല്ലാതെ ആ അടിവസ്ത്രം വെച്ച ഒരു കവറിൽ നിന്ന് ബിന്നിയുടെ ആ ഒരു സാധനം, അതും ബിന്നിയെ അറിയാവുന്ന ഒരാൾ അത് എടുക്കണമെങ്കിൽ അത് ആരായിരിക്കും? അതൊരു വലിയ തലവേദനയാണ്. ശരിക്കും ബിന്നി ഇത് ബിഗ് ബോസിനോട് മുന്നേ പറഞ്ഞിരുന്നു. ബിന്നി ബിഗ് ബോസിനോട് പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനിത് എന്തായാലും ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ചോദിക്കുമെന്നൊക്കെ ബിന്നി 2 ദിവസത്തിന് മുന്നേ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഇതാണ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം ബിഗ് ബോസ് ആര്യന്റെ സാധനങ്ങളൊക്കെ പറക്കിയെടുക്കുന്നതിനിടയിൽ ആര്യൻ അത് കൺഫേസ് ചെയ്യുന്നുണ്ട്. അതായത് അപ്പാനിയും എല്ലാവരും ഒരിക്കൽ തന്നെ പറയുന്നുണ്ട്, പേടിക്കേണ്ട, അത് എൻ്റെ കയ്യിലുണ്ട്, ആ ഒരു ഷാനവാസിന്റെ സ്റ്റാർ ബാഡ്ജ് എൻ്റെ കയ്യിലുണ്ടെന്ന് ആര്യൻ അവിടെ വെച്ച് പറയുന്നുണ്ട്. ആ സമയത്താണ് ആര്യന്റെ ഉടുപ്പൊക്കെ വരുന്നത്. അപ്പോൾ വന്ന ഉടുപ്പ് എന്നൊക്കെ പറയുന്നത് പഴം തൊലിച്ചതുപോലത്തെ ഒരു പച്ച ഷർട്ടും പിന്നെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ഷോർട്ട്സും ഷർട്ടും ഒക്കെ തന്നെ നല്ല സ്റ്റൈലിഷ് ഡ്രസ്സാണ് യൂണിഫോം ആയിട്ട് ആര്യന് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ആര്യൻ ഇഷ്ടപ്പെട്ടു. ആര്യൻ അതൊക്കെ എടുത്ത് അനീഷിന്റെ ബെഡിലേക്ക് വലിച്ചിടുകയാണ്. അപ്പൊ അനീഷിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അനീഷ് ദേഷ്യപ്പെട്ടിട്ട്, എന്റെ ബെഡിൽ അത് വെക്കുന്നുണ്ടോ, നീ എടുത്ത് മാറ്റടാന്നും പറഞ്ഞിട്ട് അനീഷിന്റെ ഡ്രസ്സെല്ലാം കൂടെ ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് അനീഷ് എടുത്ത് അങ്ങോട്ടേക്ക് വലിച്ചെറിയുകയാണ്. അപ്പോൾ അത് വലിച്ചെറിയുന്നത് കണ്ടപ്പോഴത്തേക്കും ആര്യന് വീണ്ടും ദേഷ്യമായി. ആര്യൻ വീണ്ടും സാധനങ്ങളൊക്കെ എടുത്ത് അനീഷിന്റെ ബെഡും അത് അടുക്കി വെച്ചതും എല്ലാം കൂടെ ആര്യൻ എടുത്ത് നശിപ്പിക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് അനീഷ് ചെരുപ്പിട്ട കാലും വെച്ചിട്ട് ആ ആര്യന്റെ ബെഡിന്റെ ആ ഒരു ഡ്രോയറിനകത്തൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജിസേലിന്റെ ഒരു ബ്രായ്ക്കകത്ത് അനീഷ് ചവിട്ടി അതെടുത്ത് പൊക്കിക്കൊണ്ട് ജിസേൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആര്യന് വീണ്ടും ദേഷ്യം വന്നിട്ട് ആര്യൻ
നമ്മുടെ അനീഷിന്റെ ബെഡിൽ കയറി നിൽക്കുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അനുമോള് അനീഷിന്റെ ബെഡൊക്കെ മടക്കി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവസാനം അനീഷ് തന്നെ അത് മടക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ കച്ചറ ഇപ്പോൾ ലൈവിനകത്ത് നടന്നു. ശരിക്കും പറഞ്ഞു വരുന്നത്, ആര്യനെ ഇക്കാര്യത്തിൽ എവിക്റ്റ് ചെയ്യുമോ, ഡയറക്റ്റ് എവിക്ഷൻ ഉണ്ടാകുമോ? കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇതിന് വളരെ ഗുരുതരമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന്. ആര്യൻ ശരിക്കും പറഞ്ഞാൽ ഇന്നും ലൈവില് ബിഗ് ബോസ് വിളിക്കുന്നത് ശ്രീ മോഹൻലാൽ എന്നാണ്. ഇന്നും ലൈവില് ആര്യൻ ഭയങ്കര ഫണ്ണി ആയിട്ട് ശ്രീ മോഹൻലാലിന്റെ കയ്യിലൊരെണ്ണം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഒരു വീഡിയോ എന്നോടൊരാൾ റെക്കമെൻഡ് ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ മോഹൻലാലിനെ ഇത്ര കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, രാജഭരണം കഴിഞ്ഞില്ലേ എന്ന്. അങ്ങനെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പൂവിട്ട് ആരാധിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു ദൈവമായിട്ട് കാണണോ എന്നല്ല പറയുന്നത്. ഇത് ബിഗ് ബോസ് ഷോ ആണെന്നും ഇത് ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രധാന അവതാരകനായിട്ട്, ഇപ്പൊ ബിഗ് ബോസ് ഉണ്ട്, പക്ഷെ ബിഗ് ബോസിന്റെ പ്രധാന അവതാരകനായിട്ട് നിൽക്കുന്നത് ഈ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനാണ് എന്നും ഞാൻ ഒരു വീഡിയോയ്ക്ക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ഉണ്ടാകും. ആ ക്ലാഷ് ഒരാൾ മീഡിയേറ്റർ ആയിട്ട് നിന്ന് സംസാരിക്കണം. ആ മീഡിയേറ്റർ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഒപ്പീനിയൻ ലീഡർ ആയിരിക്കണം. അങ്ങനെ ഒരു സ്ട്രോങ് ഒപ്പീനിയൻ ലീഡറിന്റെ ഫിഗർ അല്ലെങ്കിൽ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് മോഹൻലാലിനെ കൊണ്ടുവന്നത് തന്നെ അവരൊക്കെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു ഷോ നടത്താൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് മോഹൻലാലിന് കിട്ടേണ്ട റെസ്പെക്റ്റ്, അല്ലെങ്കിൽ മോഹൻലാൽ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർക്കുക. കാരണം അത്രയും വർഷമായിട്ട് അത് മോഹൻലാൽ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ അത് ആ ഒരു തരത്തിലുള്ള തരംതിരിവല്ല. മോഹൻലാലിന് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്, അത് കീപ്പ് ചെയ്യുക. അത് രാജാവ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവമായിട്ട് മോഹൻലാലിനെ കാണണമെന്നോ എന്ന് കരുതിയിട്ടല്ല. അപ്പോൾ ആര്യൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനെ മോഹൻലാലിനോട് എതിർത്ത് സംസാരിക്കുന്നത് ഹീറോയിസമാണ് എന്ന് കാണേണ്ട കാര്യമില്ല. പിന്നെ ഇന്നത്തെ ഈ ഒരു കാര്യം, അവിടെ ശ്രീ മോഹൻലാൽ എന്ന് ആര്യൻ തമാശ രൂപേണ പറഞ്ഞതിനെ വലിയൊരു ഹൈപ്പിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ അടുപ്പിച്ച് തുടരെ ആര്യൻ നടത്തുന്ന പല തരത്തിലുള്ള കാര്യങ്ങളും ഇമ്മച്ചുറായിട്ട് ബിഹേവ് ചെയ്യുന്നത്, അതൊരു തമാശയാണോ, ആളുടെ ക്യാരക്ടർ അങ്ങനെയാണോ, അത് പറയാൻ അറിയില്ല. കാരണം നമുക്ക് ആര്യന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട്. പക്ഷെ വന്ന സമയത്ത് ഇങ്ങനൊരു ബിഹേവിയർ ഇല്ലായിരുന്നു. ഇതേ ബിഹേവിയർ നമ്മളെന്താ ആദ്യം പ്രസൻസ് ഇങ്ങനൊരു ക്യാരക്ടറിനെ പോലെ നമ്മൾ പറഞ്ഞത് റെന ഫാത്തിമയാണ്. പക്ഷെ റെന ഫാത്തിമ മനഃപൂർവ്വമായിട്ട് കുറച്ച് ഇമ്മച്ചുവർ ബിഹേവിയർ കാണിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ടാസ്കിലേക്കൊക്കെ വരുമ്പോഴും നോമിനേഷനൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒപ്പീനിയൻസും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടും മീനിങ് ഫുൾ ആയിട്ടും റെന ഫാത്തിമ പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ഒരു ഡയറക്റ്റ് എവിക്ഷൻ ആയിരിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എന്തായാലും ആര്യന് നല്ലൊരു പണിഷ്മെന്റ് ഉണ്ടായിരിക്കും. ഇനി മേ ബി ഡയറക്റ്റ് ആയിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെ ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഞാൻ പോയി വരാം. ബൈ.